കഴിഞ്ഞ ദിവസം ഒരു സമ്മേളനത്തിൽ വെച്ചിട്ട് KT ജലീൽ പറഞ്ഞൊരു കാര്യം വിവാദമായിട്ടുണ്ടായിരുന്നു. അതായത് മുസ്ലിം മദ്രസകളിൽ പോയിട്ടും അത്രയും മതപഠനം അവർ നടത്തിയിട്ടും അവരിൽ നിന്നും കിട്ടുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരുപാട് കുട്ടികൾ ലഹരിക്ക് വീണ്ടും അടിമയാവുന്നുണ്ട്. അതായത് അവരുടെ ഭാഗത്തുള്ള മുസ്ലിം കുട്ടികളാണ് കൂടുതലും ലഹരിയിലേക്ക് കടക്കുന്നത് എന്നുള്ളൊരു വാദം ഉണ്ടായിരുന്നു. അപ്പോൾ എന്താ തോന്നുന്നത് അങ്ങനെ ഇപ്പോൾ ഹിന്ദുക്കൾ, അതായത് ജലീൽ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഹിന്ദുക്കൾക്ക് ഇതൊന്നും കിട്ടുന്നില്ല, അതായത് മതപഠനവോ ഇതുപോലെ അവർക്ക് ലഭിക്കുന്നതായിട്ടുള്ള ഒരു പഠനങ്ങളും നമുക്ക് കിട്ടുന്നില്ല. എന്നിട്ട് പോലും നമ്മളെക്കാൾ കൂടുതൽ പഠിപ്പിച്ചു കൊടുക്കാനും ഒക്കെ ആൾക്കാരുണ്ടായ ആ കുട്ടികളാണ് കൂടുതലും ലഹരിയിലേക്ക് കടന്നു വരുന്നതെന്ന് നമ്മളിപ്പോൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മുടെ കേരളത്തിലെ ലഹരിയുടെ ഉപയോഗം വർദ്ധിച്ചതായിട്ടാണ്. അതിന്റെ കേസുകളൊക്കെ വളരെ കാര്യമായിട്ട് തന്നെ എണ്ണം വർദ്ധിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് നമ്മുടെ കേരളത്തിൽ ഉള്ളത്. അത് കാരണം അത് തന്നെ ഒരു മൂല കാരണമാക്കിയിട്ട് ഒരുപാട് കൊലക്കേസുകളായാലും പലതും ഇപ്പൊ നമ്മൾ ചുറ്റും കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തിന്റെ ആ ഒരു ലഹരി ഉപയോഗത്തിനെ കുറിച്ചിട്ട് അത് നിർത്തലാക്കണം എന്നൊരു ആ ഒരു പ്രസംഗത്തിലായിരുന്നു ഇത്തരത്തിലൊരു പരാമർശം നടത്തിയത്. അതായത് മതപഠനം നടത്തിയിട്ടുള്ള കുട്ടികൾ തന്നെയാണ് ഇത്തരത്തിലൊരു കാര്യങ്ങൾ ചെയ്യുന്നത്. പക്ഷെ എനിക്ക് തോന്നിയിട്ടുള്ളത് മതപഠനം എന്നല്ല, ഏതൊരു മതവും ആയിട്ട് ബന്ധമില്ലെന്ന് തോന്നുന്നു. ഉപയോഗിക്കുന്നവര് യാതൊരു തരത്തിലുള്ള മതപഠനം കിട്ടിയതുകൊണ്ട്, അതായത് ഇപ്പം ഹിന്ദുക്കളില് ഗീത ഒക്കെ പഠിക്കുന്ന കുട്ടികൾ ഉണ്ടാവാം, പക്ഷെ എന്നാൽ പോലും ഇത്രയും കർശനമായിട്ട് അദ്ദേഹം പറഞ്ഞ രീതിയിൽ ഹിന്ദുക്കൾ പഠിക്കുന്നില്ല, അത് മറ്റൊരു കാര്യമാണ്. എന്നാൽ പോലും അങ്ങനെ വേർതിരിച്ച് പറയേണ്ട കാര്യങ്ങളൊന്നുമില്ല. ആൾക്കാരുടെ ഓരോരോ ഇഷ്ടങ്ങളോ അല്ലെങ്കിൽ ഒരുപാട് മോഹങ്ങളോ ആക്രാന്തങ്ങളോ അതിനോടുള്ള ഒരു ആസക്തിയാണ് അതിലേക്ക് എത്തിക്കുന്നത്. ഇതുപോലെ ചെയ്യുന്ന കാര്യത്തിൽ ലഹരിക്ക് അടിമയാവുന്നതിന് പല ഫാക്ടേഴ്സ്, നമ്മുടെ ഫ്രണ്ട്ഷിപ്പിൻ്റെതായിട്ടാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻഫ്ലുവൻസ് സിനിമയിലാവാം, അല്ലെങ്കിൽ പല പല ഫാക്ടേഴ്സ് ഉപയോഗിച്ചിട്ടാണ്. അല്ലാതെ എന്തെങ്കിലും മതപഠനോ അല്ലെങ്കിൽ മതത്തിനെ ബേസ് ചെയ്തിട്ട് ഒന്നും കാര്യങ്ങളല്ല. ഇതിപ്പോ നമ്മൾ സാധാരണ നമ്മൾ പറയുന്നത് തീവ്രവാദികളെല്ലാം മുസ്ലിങ്ങളാണ് എന്ന് പറയുന്നത്, അതുപോലെയാണ് ഇതിപ്പോ പറഞ്ഞേക്കുന്നത്. ശരിക്കും അങ്ങനെയൊന്നും അല്ല. നമ്മളിപ്പോ ഈ പരിശോധിക്കുകയാണെങ്കിൽ അദ്ദേഹം ചിലപ്പോൾ ഒരു നല്ല ഒരു കാര്യം രീതി വെച്ചിട്ടും കൂടി ആയിരിക്കും പറയുന്നത്. കാരണം അദ്ദേഹം പറയുന്നത് ഇങ്ങനെയുള്ള മതപരമായി എല്ലാവരും ഇതിനെ അതായത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ ഒരു കാര്യം എല്ലാവരും ശ്രദ്ധിക്കണം. അതായത് ആൾക്കാർ ഇങ്ങനെയുള്ള മദ്രസകളിൽ വരുമ്പോഴാണെങ്കിലും എന്നിട്ടും അത്രയും പഠിപ്പിച്ചതിന് ശേഷവും കുട്ടികൾ ഈ വഴിയാണ് പോകുന്നതെന്നുള്ള ഒരു കാര്യം വളരെ നന്നായിട്ട് ശ്രദ്ധിക്കണം എന്നാണ് അദ്ദേഹം നല്ല രീതിയിലും കൂടിയാണ് പറയുന്നത്. പക്ഷെ അവിടെ മതം എന്നുള്ളൊരു ഫാക്ടർ ആവശ്യമില്ലാന്ന് തോന്നുന്നു. എല്ലാ രീതിയിലും എല്ലാവരും ഒരുപോലെയാണ്. അതെ, നമ്മളിപ്പോ അതിന്റെ പ്രതികളായിട്ട് വരുന്നവരെ അതിന്റെ പേര് നോക്കിയിട്ടോ അല്ലെങ്കിൽ മറ്റു ഫാക്ടേഴ്സ് നോക്കിയിട്ടല്ല നമ്മൾ നോക്കുന്നത്. അവരെല്ലാവരും കുറ്റവാളികളാണ് എന്ന രീതിയിലാണ്. അവർക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടായത് കൊണ്ട് ലഹരിക്ക് അടിമകളാകുന്നു. അതൊക്കെ നമ്മൾ ഇല്ലാതാക്കാനാണ് ശ്രമിക്കേണ്ടത്. അല്ലാതെ അവർക്ക് മതപഠനം കിട്ടിയില്ല അല്ലെങ്കിൽ മറ്റു അങ്ങനെ പറഞ്ഞല്ല നമ്മൾ അതിൽ നിന്ന് നോക്കേണ്ടത്. ഇപ്പൊ കഴിഞ്ഞ ഇതിൽ തന്നെ ഹോസ്റ്റലിൽ നിന്ന് കഞ്ചാവ് അവർ പൈസക്ക് കൊടുത്തു എന്ന് പറഞ്ഞ കേസിൽ ഹിന്ദുക്കളാണ് പിടിച്ചിരിക്കുന്നത്. അതായത് മുസ്ലിംസ് അല്ല അവിടെയുള്ളത്. അതിൽ മതത്തിന്റെ ഒരു അടിസ്ഥാനപരമായിട്ട് കാര്യങ്ങളൊന്നുമില്ല. എല്ലാവരും മനുഷ്യരാണ്. മനുഷ്യർക്ക് തോന്നുന്ന ഒരു മാനസികാവസ്ഥ കാരണങ്ങളാണ് അവരിങ്ങനെ ഈ ഒരു വഴിയെ തിരഞ്ഞെടുക്കുന്നത്. സ്വർണത്തോടുള്ള പോലെ അല്ലെങ്കിൽ പൈസയോടുള്ള ഒരു അമിതമായ മോഹമോ അതൊക്കെയാണ് കുട്ടികളിൽ ഇങ്ങനെയുള്ളൊരു ചിന്തയാണ് ഇങ്ങനെ മയക്കുമരുന്നിലേക്കും അതിനുമായിട്ടുള്ള ഒരു അത് വാങ്ങുക വിൽക്കുക എന്നുള്ളൊരു പറഞ്ഞൊരു സംഭവത്തിലേക്ക് എത്തിക്കുന്നത്. അതുകൊണ്ടാണ് തോന്നുന്നു. നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ ഒരുപാട് ലഹരി കേസുകളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏതെങ്കിലും ഒരു കൊലക്കേസോ അല്ലെങ്കിൽ മറ്റു കേസുകൾ നോക്കുകയാണെങ്കിൽ അതിന്റെ ഒരു അറ്റത്തായിട്ട് ലഹരിയും ഉണ്ടായിരിക്കും. കാരണം അതിപ്പോ ഉപയോഗിക്കാത്തവർ വളരെ കുറവാണെന്ന് നമുക്ക് പറയാം. നമ്മുടെ ഈ സൊസൈറ്റിയിൽ അത് ഒരുപാടുണ്ട്. എങ്ങനെ ഇത് കിട്ടുന്നു അല്ലെങ്കിൽ ഇതിന്റെ ഒരു സർക്കുലേഷൻ എങ്ങനെ നടക്കുന്നു, അതിന്റെ എവിടെയാണ് അതിന്റെ സ്രോതസ് എവിടെയാണ്, ആ കാര്യങ്ങളെല്ലാം കണ്ടുപിടിച്ച് അത് ഇല്ലാതാക്കുകയാണ് നമ്മൾ ആദ്യം വേണ്ടത്. അതെ, കേരളം പ്രധാനമായിട്ടും ഈ ഒരു സാഹചര്യത്തിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പാരൻസ് ആണെങ്കിലും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും സ്കൂളിൽ അധ്യാപകരുടെ ഭാഗത്തു നിന്നാണെങ്കിലും കുട്ടികളെ മുതിർന്നവരെ ആണെങ്കിലും എല്ലാവരെയും നന്നായിട്ട് ശ്രദ്ധിക്കണം. കോളേജുകളിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞതുപോലെ ഹോസ്റ്റലിൽ നിന്നാണ് പാക്കറ്റിന് എത്രയോ 500 രൂപ അല്ലെങ്കിൽ 200 രൂപയ്ക്കൊക്കെ അവർ കഞ്ചാവാണ് വിൽക്കാൻ ശ്രമിക്കുന്നത്. ഹോളിക്ക് ഭാഗമായിട്ട് അവർ പിരിക്കുന്ന ഫണ്ടിൽ നിന്നാണ് ഇത് വാങ്ങാൻ ശ്രമിക്കുന്നത്. അപ്പോൾ അത് എത്ര വലിയ കാര്യമാണ്. പ്രിൻസിപ്പൾ എല്ലാവരും നോട്ട് ചെയ്ത് കോളേജിൽ അതെങ്ങനെ അവൈലബിൾ ആയി, ആ ഒരു പരിസരത്ത് ആരാണ് ഇത് വിൽക്കുന്നത്, അങ്ങനത്തെ കാര്യങ്ങൾ അല്ലെങ്കിൽ സ്കൂൾ കുട്ടികൾക്ക് വരെ അത് അവൈലബിൾ ആയിട്ടുണ്ടെങ്കിൽ അത് എങ്ങനെ അവരുടെ കയ്യിലെത്തി, അവർക്ക് അതിനുള്ള പൈസ എവിടുന്ന് കിട്ടി തുടങ്ങിയ കാര്യങ്ങളെല്ലാം അന്വേഷിക്കേണ്ടതാണ്. എങ്ങനെ അത് എത്തി എന്നുള്ളത്. ലഹരി മാഫിയ എന്ന് പറഞ്ഞൊരു സംഘം ഇപ്പോൾ കേരളത്തിൽ ഉടനീളം ഇപ്പൊ തൂണിലും തുരുമ്പിലും
എന്ന് പറയുന്നത് പോലെ വ്യാപകമായിട്ടുണ്ട്. അപ്പോൾ അത് വളരെ കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. പ്രിൻസിപ്പൾ ആണെങ്കിലും ശരി, നമ്മളൊരു റൂമിലിരിക്കുന്നതിന് കൂടാതെ കുട്ടികളുടെ എല്ലാ കാര്യവും ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ പോലും എങ്ങനെ പിന്നെ കോളേജ് ഹോസ്റ്റലിൽ അത് എത്തി അല്ലേ? വെറുതെ ഇപ്പോൾ അവർക്ക് അങ്ങനെ ഒരു സാഹചര്യം ആയതുകൊണ്ടാണല്ലോ അവരത് കോളേജിൽ ഉള്ളിലേക്ക് എത്തിച്ച് അവിടുന്ന് ഹോസ്റ്റലിലേക്ക് കൊണ്ടുപോയി വിൽക്കാനുള്ള ഒരു മാർഗം പോലും ചിന്തിക്കുന്നത്. അപ്പോൾ എത്രത്തോളം ഭീകരമായിരിക്കും അവരുടെയൊക്കെ ഒരു സാഹചര്യം. അവർക്ക് ഇതൊക്കെ ഈസിയാണ് എന്നുള്ളൊരു തോന്നലാണ് അവരുടെ മനസ്സിൽ. ഇപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കേസുകളാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ലഹരി വിമുക്തമായിട്ടുള്ള കേരളം എന്നൊരു ബാനറിൽ തന്നെ ഇപ്പൊ ഒരുപാട് ഹാഷ്ടാഗ്സ് ഇപ്പൊ ഇറങ്ങുന്നുണ്ട്. നോ ഡ്രഗ്സ്, അങ്ങനത്തെ പേടിച്ചു തുടങ്ങിയ ആൾക്കാർ ഇപ്പോൾ. അതെ അതെ, സ്വന്തം വീട്ടിലാണെങ്കിൽ പോലും ലഹരി ഉപയോഗിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ നാളെ ഇതിപ്പോൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ നാളെ എന്താവും സ്ഥിതി, എല്ലാവർക്കും ഒരു പേടി വന്നിട്ടുണ്ട്. നന്നായിരിക്കും എല്ലാവരും കൂടെ ശ്രദ്ധിച്ച് നമ്മളെ കേരളത്തിൽ നമ്മൾ തന്നെയാണ് രക്ഷിക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെ തെറ്റ് ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞാൽ അത് ചൂണ്ടിക്കാണിച്ച് നല്ല രീതിയിലേക്ക് നയിക്കാൻ നോക്കുക. കർശനമായിട്ട് പറഞ്ഞ് തിരുത്തുന്നതിനേക്കാളും നല്ലത് നല്ല രീതിയിൽ ഇങ്ങനൊരു വഴിയുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ മാറാൻ സാധിക്കും എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളത് അവരെ വിലക്കുക, സ്നേഹത്തിന്റെ ഭാഷയിൽ അവരെ കൂടെ ചേർക്കുക. അതെ, നമ്മളിപ്പോഴും ഇതൊക്കെ ഉപയോഗിക്കുന്ന എന്തോ ഒരു ഹീറോയിസം ആണ് എന്ന രീതിയിലല്ല ചിന്തിക്കേണ്ടത്. ഇത് ഉപയോഗിക്കാത്തവരാണ് ശരിക്കും ഹീറോസ് എന്ന് നമുക്ക് പറയണം. അങ്ങനെ എത്ര പേരുണ്ട് എന്ന് നമുക്ക് വിരലിലുണ്ടാവുന്നവരെ അങ്ങനെ ഉണ്ടാവത്തുള്ളൂ. അപ്പം അങ്ങനെയുള്ളവരാവാൻ ശ്രമിക്കുക. പിന്നെ നമുക്ക് ഏറ്റവും എടുത്ത് പറയേണ്ടത് നമ്മുടെ ഈ KT ജലീലിന്റെ ഒരു വിവാദമായിട്ടുള്ള വാക്കുകളിൽ നിന്നായിരുന്നു തുടങ്ങിയത്. പക്ഷെ ഒരിക്കലും നമ്മുടെ ആ ഒരു എണ്ണം എടുക്കുമ്പോഴോ മതപരമായിട്ടൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും കാണേണ്ട കാര്യമൊന്നുമില്ല. കാരണം ഇപ്പോൾ കേരളത്തിൽ നടന്ന എല്ലാ അക്രമങ്ങളിലും മുസ്ലിം, ഹിന്ദു, ക്രിസ്ത്യൻസ് അങ്ങനെയുള്ളതിന് പകരം എല്ലാവരും മനുഷ്യർ അങ്ങോട്ടും ഇങ്ങോട്ടും മാനസികാവസ്ഥ കാരണം ഓരോന്ന് ചെയ്തു കൂട്ടുന്നു എന്നേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇതിന്റെ അകത്തൊരു വിവാദമായ കാര്യങ്ങളൊന്നും ഇല്ല ഇതിന്റെ അകത്ത്. പിന്നെ അദ്ദേഹം പറഞ്ഞതിൽ ഒരു പോസിറ്റീവായിട്ട് നമ്മൾ കാണുകയാണെങ്കിൽ പഠിച്ചിട്ടും അതിന് ഫലം കാണിക്കാത്ത കുറച്ച് കുട്ടികൾ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കൃത്യമായി മദ്രസയിൽ പോയി കാര്യങ്ങളൊക്കെ അവരതിനെ അവിടുന്ന് പഠിപ്പിക്കുന്നു എന്നുള്ള രീതിക്കാണ് അദ്ദേഹം വാദിക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ പഠിപ്പിച്ച് വിടുന്ന കുട്ടികൾ പിന്നെ ഇതിലേക്ക് പോകേണ്ട കാര്യമില്ല എന്നായിരിക്കും അദ്ദേഹത്തിന്റെ ചിന്ത. അങ്ങനെയാണെങ്കിൽ അത് ശരിയായിരിക്കാം. അപ്പോൾ ഇത്രയും സീരിയസ് ആയിട്ട് മുസ്ലിങ്ങൾ മാത്രമേ എല്ലാവരും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം എല്ലാവർക്കും, അതായത് താല്പര്യമുള്ള മാനസികമായിട്ട് അതിനോട് യോജിക്കുന്ന എല്ലാവരും അത് ചെയ്യുന്നുണ്ട്. അതിന് ചെയ്യാതിരിക്കാൻ നമുക്ക് ശ്രദ്ധിക്കാം. നമ്മുടെ ചുറ്റുപാടും ഒരുപാട് പേരുണ്ടാവും. അവരൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് നല്ല വഴി നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ പോരാടുക.